നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണയും ഇറ്റലി വേൾഡ് കപ്പിനില്ല. തുടർച്ചയായ 3-ാം തവണയാണ് അവർക്ക് വേൾഡ് കപ്പിന് യോഗ്യത ലഭിക്കാതെ പുറത്തു പോവേണ്ടി വരുന്നത്. ലോക ഫുട്ബോളിലെ പവർ ഹൗസ് ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം തവണ വേൾഡ് കപ്പ് നേടിയവരിൽ ജർമ്മനിക്കൊപ്പം 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം അവരാണ്. തുടർച്ചയായ 3-ാം തവണയും വേൾഡ് കപ്പ് യോഗ്യതയില്ലാതെ പുറത്തിരിക്കുന്നത്. യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ പ്ലേ ഓഫ് പാത്ത് ഫൈനലിൽ ബോസ്നിയ ഹെർസഗോവിനയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പൊട്ടിയാണ് അവർ പുറത്തേക്ക് പോകുന്നത്. 1-1 സമനില. അതിനുശേഷം കളി എക്സ്ട്രാ ടൈമിൽ ഗോൾ വീണില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പക്ഷെ അമ്പയെ പിഴച്ചുപോയി ഇറ്റലിക്ക്. ഒരേ ഒരു പെനാൽറ്റിയാണ് ഗോളാക്കി മാറ്റാൻ പറ്റിയത് സാൻഡ്ര ടൊണാലിക്ക് മാത്രം. ബാക്കി എസ്പോസിറ്റോയും ക്രിസ്റ്റൻ്റെയും എടുത്ത പെനാൽറ്റികൾ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. എന്നാൽ എടുത്ത 4 പെനാൽറ്റിയും വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ബോസ്നിയ ഹെർസഗോവിന പെനാൽറ്റിയിൽ 4-1 വിജയിച്ചുകൊണ്ട് വേൾഡ് കപ്പിന് യോഗ്യതയും കൊണ്ടുപോയി. കളിയുടെ 41-ാമത്തെ മിനിറ്റിൽ ബസ്റ്റോണിക്ക് ഒരു പ്രൊഫഷണൽ ഫൗൾ ചെയ്ത് അതിന് റെഡ് കാർഡ് കിട്ടിയിടത്ത് തന്നെ ഇറ്റലിയുടെ വിധി ഏതാണ്ട് നിർണ്ണയിക്കപ്പെട്ടിരുന്നു. പിന്നീട് അവർ 2-ാം പകുതിയിൽ 10 പേരെ വെച്ച് പൊരുതുന്നു എന്ന് മാത്രം. ഇറ്റലിക്ക് വേണ്ടി കളിയിൽ ഗോൾ അടിച്ചത് കീനായിരുന്നു. മറുഭാഗത്ത് ടബാക്കോവിച്ചിൻ്റെ ഗോളാണ് ബോസ്നിയ ഹെർസഗോവിനക്ക് സമനില നേടിക്കൊടുത്തത്. ഇറ്റലിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റെറ്റഗി, കീൻ, പൊലിറ്റാനോ, ലൊക്കാറ്റല്ലി, ബഴല്ല, ടൊനാലി, ഡിമാർക്കോ എന്നീ സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് എരിൻ സെക്കോയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബോസ്നിയ ഹെർസഗോവിന തങ്ങളുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 15-ാമത്തെ മിനിറ്റിൽ തന്നെ ഇറ്റലി ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. കീനിലൂടെയാണ് ആ ഗോൾ പിറക്കുന്നത്. ബറല്ലയുടെ അസിസ്റ്റിൽ നിന്ന് കീനിൻ്റെ ഗോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. പക്ഷേ അലസാൻഡ്രോ ബസ്റ്റോണിക്ക് കിട്ടിയ റെഡ് കാർഡ് അവർക്കൊരു ഭീഷണിയായിട്ട് മുന്നിലുണ്ടായിരുന്നു. 10 പേരെ വെച്ച് 2-ാം പകുതി കളിക്കണം. അങ്ങനെ 2-ാം പകുതിയിൽ 80-ാമത്തെ മിനിറ്റിലാണ് സെക്കോയുടെ അസിസ്റ്റിൽ നിന്ന് ടബാക്കോവിച്ചിൻ്റെ ഗോൾ പിറക്കുന്നത്. മത്സരം 1-1 സമനിലയിലേക്ക്. തുടർന്ന് നടന്ന എക്സ്ട്രാ ടൈമിലും ഗോളുകൾ പിറക്കാതെ വന്നതോടെ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇറ്റലിയുടെ വിധി എഴുതി. ഇറ്റലി ഇതാ ഒരിക്കൽ കൂടി വേൾഡ് കപ്പ് കാണാതെ പുറത്തായിരിക്കുന്നു. ഇന്നലെ നടന്ന മറ്റ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ പോളണ്ട് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇത്തവണത്തെ വേൾഡ് കപ്പിന് റോബർട്ട് ലെവൻഡോസ്കി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അവസാന വേൾഡ് കപ്പ് ആവേണ്ടിയിരുന്ന ഒന്നാണിത്. അതിന് യോഗ്യതയില്ല പോളണ്ടിന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.